بسم الله الرحمن الرحيم. सब मिलकर बोलो आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम निराला हो गया। मुबारक आमना को मुबारक हो वलीमा के ढंग बदला कुल आलम का अहमद। अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहु। अल्हम्दुलिल्लाहि रब्बिल आलमीन والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، ما لم نشأ لم نكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: بدأ الإسلام غريبا وسيعود كما بدأ فطوبى للغرباء. أشرف الخلق محمد رسول الله صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. شكوت إلى وكيل سوء حفظي وأوصاني بترك المعاصي، فقال العلم نور الله حقا ونور الله لا يعطى لعاصي. പ്രിയപ്പെട്ടവരെ, യുവത്വം എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്ലാമിന് വലിയ സ്ഥാനമാണുള്ളത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം ബിഅഹദിൽ ഉമറൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് ദുആ ചെയ്യുകയുണ്ടായി, പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം, പടച്ചവനെ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം.
ബിഅഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണം. ഏത് സമയത്താണ് ഈ പ്രവാചകരുടെ ദുആ? ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ വിശുദ്ധ മക്കയിൽ തുടങ്ങിവെച്ച സമയം. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ധാരാളം എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബത്തിനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുമയ്യത്ത് ബിബി റളിയല്ലാഹു തആല അൻഹയെ പോലത്തെ മഹദികളെ മനുഷ്യത്വത്തിന് നിരക്കാത്ത നിരക്ക് അതിശക്തമായി പീഡിപ്പിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു പോയൊരു സമയം. യുവത്വം എന്ന് പറയുന്ന യുവാക്കളുടെ ശക്തി ഇസ്ലാമിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് പ്രകാരം പ്രവാചകർ ദുആ ചെയ്തു, പഠിച്ചവനെ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബിഅഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണം. ആരാണ് റസൂലുള്ളാഹി ഞങ്ങൾ ഉദ്ദേശിച്ച രണ്ടാലൊരു ഉമർ? ഒന്ന്, പിൽക്കാലത്ത് പ്രസിദ്ധനായ നാം ഏവരും അറിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദ്ദേശിച്ച ഉമർ മക്കയിലെ നേതാവും മുശ്രിക്കീങ്ങളുടെ ഏറ്റവും വലിയ നേതാവുമായ അബുൽ ഹകം എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന അബൂജാഹിൽ എന്ന വിശുദ്ധമായ നാമത്തിൽ അറിയപ്പെടുന്ന ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പേര് കേട്ടാൻ വിധിക്കപ്പെട്ട ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂജഹൽ. ഈ രണ്ട് വ്യക്തികളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത്. പഠിച്ചവനെ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന്. എന്നാൽ ഞങ്ങൾക്കറിയോ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ 40ാമത്തെ മെമ്പറായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നപ്പോൾ വളരെ രഹസ്യമായി ഇസ്ലാമിന്റെ പ്രബോധനം മക്കയിൽ നടക്കുന്ന കാലം 40ാമത്തെ മെമ്പർഷിപ്പ് എടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ ആദ്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, നബിയേ, ഇനി മുതൽ രഹസ്യമായ പ്രബോധനം ഇവിടെ നിർത്തണം, പരസ്യമായി കൊണ്ട് തന്നെ ദീനിനെ വിളംബരം ചെയ്യണം. ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള പ്രബോധനം വളരെ രഹസ്യമായി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പരസ്യമായി പറയാൻ ധൈര്യമില്ലാത്ത കാലമുണ്ടായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിന്റെ 40ാമത്തെ വ്യക്തിയാണ്, മെമ്പറാണ് ഉമർ ഫാറൂഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങളെ ഒന്ന് പരസ്യമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ അവിടുന്ന് അനുമതി തരണം. രണ്ട്, മക്കയിൽ പരസ്യമായി ഒരു പ്രകടനം നടത്താൻ എനിക്ക് അനുമതി. ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രകടനം നയിച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് ഒരു പ്രകടനം ഇസ്ലാമിൽ നടത്തിയിട്ടില്ല. വാസ്തവത്തിൽ അത് ഒരു ശക്തിപ്രകടനം തന്നെയായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ആവശ്യം അല്ലാഹുവിന്റെ പ്രവാചകർ അംഗീകരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 39 സഹാബാക്കളെയും പറയിൽ നിർത്തി. മുന്നിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബാക്കി 39 ആളെ പറകിൽ നിർത്തി വിശുദ്ധമായ കഅബാലയത്തിലേക്കൊരു പ്രകടനം മക്കയുടെ തെരുവീതികളിൽ എന്ന് പറഞ്ഞിട്ട് ആ പ്രകടനം പോകുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം മക്കയുടെ തെരുവീതികളിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ
ഇസ്ലാമിന്റെ കഠിന വിരോധിയായ അബീജഹൽ ഈ പ്രകടനം കണ്ടു, വിസ്മയിച്ചു. നേരെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകുന്നത്? മുഹമ്മദിന്റെ പേര് ഉച്ചരിച്ചരം വിളിച്ചു പറയാനുള്ള ധൈര്യമുള്ളവൻ ആരാണ് ഈ മക്കായിലുള്ളത്? അന്ന് നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്ന ആളാരാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അബൂജഹൽ പേടിച്ചു അറച്ച് പുറകോട്ട് മാറിപ്പോയി. ഈ സംഭവം അല്ലാഹുവിന്റെ റസൂലിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഉമർ ഒരു വഴിയുടെ തലക്കിലങ്ങ് ചവിട്ടിയാൽ ആ വഴിയിൽ പിശാച് ചവിട്ടുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമർ ഇബ്നു ഖത്താബിനെ പറ്റി റസൂലുള്ള പറഞ്ഞത് കണ്ടോ? ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നു ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ. എന്റെ ശേഷം ഒരു നബിക്ക് സ്ഥാനമുണ്ടെങ്കിൽ ലകാന ഉമർ ഇബ്നു ഖത്താബ്, അത് ഖത്താബിന്റെ മകനായ ഉമറാണ് നബിയാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം വല്ല നബിക്കും ചാൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ലകാന ഉമർ ഇബ്നു ഖത്താബ്, അത് ഖത്താബിന്റെ മകനായ ഉമർ നബിയാവേണ്ടതാണ്. പക്ഷേ റസൂലുള്ള ഉടനെ പറയുന്നു, ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബിയില്ല, അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. അത്ര വലിയ സ്ഥാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലഭിച്ചു. അത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദുആയുടെ ഫലമാണ്. യുവത്വത്തിന്റെ ശക്തി ഇസ്ലാമരത്തിന് ചെലവഴിച്ചതിന്റെ ഫലമായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു അവരുടെ ദീനിൽ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ ഈ ശക്തിയും അവരുടെ ഈ ബുദ്ധിയും അവരുടെ ഈ കഴിവും അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലായി ചെലവഴിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. സംശയമേ വേണ്ട. യുവത്വമുള്ള സമയത്ത് ഇബാദത്തെടുക്കുന്നതും വയസ്സായ സമയത്തുള്ള ഇബാദത്തിനും കൂലി വ്യത്യാസമുണ്ട്. ഒരു യുവാവിന്റെ നിസ്കാരത്തിനുള്ള കൂലി ഒരു വൃദ്ധന്റെ നിസ്കാരത്തിനില്ല. കാരണം ഒരുപാട് പ്രതിബന്ധങ്ങളുടെ ഇടയിൽ നിന്നാണ് അവനവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുന്നത്. നേരെ മറിച്ച് വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു പ്രതിബന്ധവുമില്ല. അവൻ മരിക്കാൻ മാത്രം തയ്യാറായിരിക്കുന്നവനാണ്. അവന്റെ കൽവ് എപ്പോഴും അല്ലാഹുവിലേക്ക് സ്വമേധയാ തിരിയാൻ വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ ഒരു യുവാവിന് അവന്റെ വികാരത്തിന്റെ യുവത്വത്തിന്റെ സകല ചാപല്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവന്റെ വിലപ്പെട്ട സമയം പടച്ചറപ്പിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഓഫർ കൊടുത്തത്. 7 വിഭാഗം ആളുകൾക്ക് നാളെ മഹ്ശറായി അർശിന്റെ തലം നൽകുന്നതിൽ ഒരു വിഭാഗം ഒരു യുവാക്കളാണ്. അവർ എപ്പോഴും പള്ളിയുമായി ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം യുവാക്കൾക്ക് അല്ലാഹു അർശിന്റെ തലം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രവർത്തനം നടത്തുന്ന നിർബന്ധമായ കാലമാണിത്. ദഫ്സംഘത്തിന്റെ പേരിലായാലും വേണ്ടില്ല, വേറെ ഏതെങ്കിലും യുവജന സംഘടനയുടെ പേരിലായാലും വേണ്ടില്ല, പേര് എന്തിന്റെ പേരിൽ നിങ്ങൾ സംഘടിപ്പിച്ചാലും വേണ്ടില്ല, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം വളരെ നല്ല നിലക്ക് നടക്കൽ നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. കാരണം ലോകത്തിലെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ വെറുക്കപ്പെട്ടവരായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതക്കാരും, എല്ലാ ജാതിക്കാരും, എല്ലാ രാഷ്ട്രക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വെറുക്കുന്നു. മുസ്ലിം എന്ന് പറയുന്നത് പോലും ലോകത്ത് ഇഷ്ടപ്പെടാത്തൊരു നാമമായി മാറിയിരിക്കുന്നു. ദാടിയും തലയെക്കെട്ടും വെറുക്കപ്പെട്ട ചിഹ്നങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഭാഗം മുസ്ലിമീങ്ങളായിരുന്നു. താടിയും തലയെക്കെട്ടുമായിരുന്നു. പള്ളിയിൽ മിനാരങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു.
ഇത് ലോകമാകെ നമ്മെ വെറുത്തുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഇസ്ലാം മതം അത്ര മോശമാണ്, ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം മതം. അള്ളാഹു പൊരുത്തപ്പെട്ട മതമാണ് ദീനുൽ ഇസ്ലാം. അവന്റെ നിയമവും ആദർശവുമാണ് ദീനുൽ ഇസ്ലാം. പക്ഷേ യഥാർത്ഥ ഇസ്ലാം മതം, അള്ളാഹു പൊരുത്തപ്പെട്ട മതം, ആ മതവും നമ്മളും തമ്മിലുള്ള ബന്ധം അത് വളരെ തുച്ഛമാണ്. ലോകത്തെ സ്വാധീനിച്ച അമേരിക്കയിലെ ഏറ്റവും വലിയ ചിന്തകനായ എഴുത്തുകാരനുമായിരുന്ന ജോർജ് ബെർണാഡ് ഷാ, അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളാണ് ജോർജ് ബെർണാഡ് ഷാ. ആ ബെർണാഡ് ഷായോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാരാണ്? ബെർണാഡ് ഷാ പറഞ്ഞു, ഞാൻ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വലിയ ഒരു നേതാവ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ബെർണാഡ് ഷാ ക്രിസ്ത്യാനിയാണ്. ദിവസവും 5-10 നേരം കുരിശു വരയ്ക്കുന്ന ആളാണ്. ആ കുരിശു വരയ്ക്കുന്ന ബെർണാഡ് ഷാ പറയുന്നു, ഞാൻ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാം മതമാണ്. പക്ഷേ അപ്പോ ബെർണാഡ് ഷായോട് അപ്പുറത്തിരിക്കുന്ന പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ആകുന്നില്ല? നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവ് മുഹമ്മദ് നബിയാണ്, ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാം മതമാണ്. എന്നാൽ നിങ്ങൾക്ക് മുസ്ലിം ആയിക്കൂടെ? ക്രിസ്തീയ മതത്തിന് രാജിവെച്ച് ഇസ്ലാം മതമായിക്കൂടെ? ബെർണാഡ് ഷാ പറഞ്ഞ മറുപടി, ലോകത്തെവിടെയാണ് യഥാർത്ഥ മുസ്ലിം ഉള്ളത്? ലോകത്തെവിടെയാണ് യഥാർത്ഥ ഇസ്ലാമുള്ളത്? സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഞാൻ നേരത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ്. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ വതൂബാ ലിൽ ഖുറബാ. അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ തന്നെ പറഞ്ഞു തന്നു, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാമിനെ ആരുമാരും സംരക്ഷിക്കാനും സഹായിക്കാനുമില്ലാതെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നു. വസയഊദു കമാ ബദഅ, ശേഷം അത് ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറിപ്പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിവസവും ഇറാഖിൽ 150 ആള് വെച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പറയുമ്പോ, ഫിലസ്തീൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്ന പ്രദേശത്ത് ദിവസവും 50 ആള് വെച്ച് പലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ദിവസവും 10-20 പേര് വെച്ച് അവിടെയും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലും കശ്മീരിലും ബോസ്നിയയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ സമുദായത്തിന്റെ ആളുകൾ അനുദിനം ശോഷിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വസയഊദു കമാ ബദഅ, അതുണ്ടായൊരവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് കാരണം? ഇസ്ലാം മതത്തിന് വല്ല കുഴപ്പവും പറ്റിയിട്ടുണ്ടോ? ഇസ്ലാമിന് കുഴപ്പവും പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. ഖിയാമത്ത് നാളിന് വരെ സംഭവിക്കില്ല. കാരണം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ബുദ്ധിയാണ്, അല്ലാഹുവിന്റെ കഴിവാണ്, ഖുദ്റത്താണ്, അവന്റെ നിയമമാണ്, അവന്റെ നിരോധനങ്ങളാണ്, കൽപ്പനകളാണ്. അല്ലാഹുവിന്റെ ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധി ലോകത്തുണ്ടോ? അല്ലാഹുവിനേക്കാൾ കഴിവുള്ളവരുണ്ടോ? അല്ലാഹുവിനേക്കാൾ വിവരമുള്ളവരുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് കുഴപ്പമില്ല. പകരം മുസ്ലിമീങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. ഇസ്ലാമുമായി ജീവിച്ചു പോകുന്നതിന് മുസ്ലിമീങ്ങൾ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. നിങ്ങൾ നോക്കൂ, ലോകത്തിൽ അന്നും ഇന്നും എന്നും ഏറ്റവും അധികം സത്യസന്ധമായ മതവും ഏറ്റവും അധികം ബുദ്ധിപരമായ മതവും പറഞ്ഞ ആശയം ഒരിക്കൽ പോലും തിരിച്ചേണ്ടി വരാത്ത മതവും അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാം മതമാണ്. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഒരു ഉദാഹരണം, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ തുറന്നു. SSLC പാസ്സായ കുട്ടികളൊക്കെ +1-നും +2-നും അഡ്മിഷന് വേണ്ടി ഓടിപ്പായാണ്.
+2 കഴിഞ്ഞ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗിനും മെഡിക്കൽ സയൻസും അതുപോലെ തന്നെ IAS IPS എൻട്രൻസ് എഴുതി കാത്തിരിക്കുകയാണ്. വലിയ വലിയ ഉന്നതമായ ബിരുദങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ കാത്തിരിക്കുന്ന സമയം ഞാൻ നിങ്ങളും കേട്ടു. പത്രത്തിലൂടെയും ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും മറ്റുള്ള മാധ്യമ സംവിധാനങ്ങളിലൂടെയും നിങ്ങളും ഞാനും കേട്ടുപോയി. ലോകത്തില് അല്ലെങ്കിൽ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് എല്ലാവരേക്കാൾ വിവരമില്ലാത്തവർ മുസ്ലിങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് 16 കോടി മുസ്ലിങ്ങളുണ്ടെന്നാണ് കണക്ക്. 1-2 അല്ല. ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം. 16 കോടി. 16 കോടി മുസ്ലിങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ഈ രാജ്യത്തെ എലവനേക്കാൾ, ചെറുമനേക്കാൾ, പറയനേക്കാൾ, പുള്ളയനേക്കാൾ, മറ്റുള്ള അധസ്ഥിത പിന്നോക്ക വർഗങ്ങളേക്കാൾ വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ മുസ്ലിങ്ങളാണ് എന്ന് സച്ചാർ എന്ന് പറയുന്ന ഒരു ജഡ്ജി നടത്തിയ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയില് ഒന്നിനും കൊള്ളില്ലാത്ത വർഗം, വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, കോമൺ സെൻസ് ഇല്ലാത്തവർ, നോളജ് ഇല്ലാത്തവർ മുസ്ലിങ്ങളാണ്. ആര് പറയുന്നു? സച്ചാർ കുറിച്ച് പറയുന്നു. എന്നാൽ 114 കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളെ പറ്റി പറഞ്ഞതോ അതെ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്, വിദ്യാഭ്യാസമാണ്. ഇസ്ലാമിന്റെ ജീവൻ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിം ജീവനില്ലാത്ത ശവത്തിനോട് തുല്യമാണ്. അതേ റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ആ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ചൈന രാജ്യത്ത് പോയിട്ടായാലും വിദ്യ നേടാൻ നിങ്ങൾ ചൈനയോ അമേരിക്കയോ നോക്കരുത്. അവിടെ രാഷ്ട്രീയം നോക്കരുത്, പൊളിറ്റിക്സ് നോക്കരുത്, അതിർത്തി നോക്കരുത്, അതിൽ വരമ്പുകൾ നോക്കരുത്. വിദ്യാഭ്യാസം നേടാൻ ഏതറ്റം വരെ പോയിട്ടോ നിങ്ങൾ വിദ്യ നേടണമെന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര വിട്ടുവീഴ്ച ചെയ്യാം? വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര വിട്ടുവീഴ്ച ചെയ്യാം? അത് കാണിച്ചു കൊടുത്തത് ഇസ്ലാം ദീൻ മാത്രമാണ്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ മക്ക കാഫിര്യങ്ങളിൽ നിന്ന് 70 പേർ ചത്തുപോയി. മുസ്ലിമീങ്ങളിൽ നിന്നും സഹാബത്തിന്റെ കൂട്ടത്തിൽ 14 ഷഹീദായി. എന്നാൽ മക്ക കാഫിര്യങ്ങളിൽ നിന്ന് 70 പേർ ചത്തതിനെ കൂടാതെ 100 വരുന്ന മുസ്ലിങ്ങളെ സഹാബത്ത് കൈക്ക് ചങ്ങലക്കെട്ട് അറസ്റ്റ് ചെയ്ത ഇലാ ഹദറത്തി മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ കൊണ്ടുവന്നു. ആരൊക്കെയാണ് സഹാബത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? മക്കയിലെ VVIPകളാണ്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം മേലാപ്പിയായ അബ്ബാസ് അബ്ദുൽ മുത്തലിബ്. ബദർ യുദ്ധം നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മോനായ അബ്ബാസ് കാഫിര്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. മനസ്സുകൊണ്ട് റസൂലുള്ളാഹിയുടെ ദേശീയല്ലെങ്കിലും അബൂജാഹിലിന്റെ പ്രലോഭനം കൊണ്ട് ബദറിൽ റസൂലുള്ളാഹിയുടെ യുദ്ധത്തിന് വന്നു. തോറ്റപ്പോ സഹാബത്ത് അബ്ബാസിന്റെ കൈക്ക് ചങ്ങലക്കെട്ട് കെട്ടി ഇലാ ഹദറത്ത് റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിനെ ഹദറത്തിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത് ബദർ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട VIPകളിൽപ്പെട്ട അറസ്റ്റ് വരിക്കപ്പെട്ടവരിൽ ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഓമന മകളായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബുൽ ആസ്, നബി തങ്ങളുടെ സ്വന്തം മരുമകൻ, നബി തങ്ങളുടെ സ്വന്തം മകളുടെ ഭർത്താവ് അബുൽ ആസ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അത് മുശ്രിക്കായിരുന്നു. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി യുദ്ധത്തിന് വന്നു. തോറ്റപ്പോ സഹാബത്ത് അബുൽ ആസിന്റെ കൈക്ക് ചങ്ങലക്കെട്ടു. മദീനയിലെ പള്ളിയുടെ തൂണിന്റെ മുകളിൽ അബുൽ ആസിനെ കെട്ടിയിട്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യ് മദീനത്തെ പള്ളിയുടെ തൂണിന്റെ മുകളിൽ കെട്ടിയിട്ടു. അങ്ങനെ 100 വരുന്ന കാഫിര്യങ്ങള് കൈക്ക് ചങ്ങലക്കെട്ട്
മദീനയുടെ പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഈ വിവരം സഹാബത്ത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ പറഞ്ഞു, സഹാബാക്കളെ എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം? പിറന്ന നാട്ടിൽ നിന്ന് നമ്മളെ ആട്ടി ഓടിച്ച ആ പഹയന്മാരുണ്ടല്ലോ, അബൂജാഹിലിന്റെ ആളുകൾ, അവരൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് മദീനത്ത് കൊണ്ടുവന്ന് കൈക്ക് ചങ്ങലക്കിട്ട് കെട്ടിവെച്ചു എന്ന് പറയുമ്പോ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ നിങ്ങൾ ആ കൈക്ക് കെട്ടിവെച്ച കൂട്ടത്തിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ മകനായ എന്റെ എളാപ്പയായ അബ്ബാസ് ഉണ്ടല്ലോ, അബ്ബാസിന്റെ കൈയിന്റെ ചങ്ങല അഴിച്ചിടണം. എന്തിനാണ് ഇത് കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ആരുടെ മുന്നിൽ നോക്കിയിട്ടും സത്യം പറയാൻ ഒരു മടിയില്ലാത്ത ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവിടെ എഴുന്നേറ്റ് വെച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ എളാപ്പയുടെ കൈക്കുള്ള ചങ്ങല മാത്രം അഴിച്ചിടാനും ബാക്കി വരുന്ന കാഫിരീങ്ങളുടെ ചങ്ങലയൊന്നും അഴിച്ചിടണ്ട എന്ന് പറയുന്നതോ എവിടുത്തെ നീതിയാണ്? അത് ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കുന്നതാണോ? അത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിന്റെ ചങ്ങല അഴിച്ചിടാൻ ഞാൻ പറഞ്ഞതോ എളാപ്പയാണെന്നുള്ള പ്രത്യേക പരിഗണനയ്ക്ക് വേണ്ടിയല്ല. നാളെ ഇസ്ലാമിന്റെ ചരിത്രം എഴുതി വെക്കുമ്പോ, അതിൽ ബദർ യുദ്ധത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോ അബ്ബാസ് ആരാണ്? എന്റെ സ്വന്തം പിതാവിന്റെ കുടുംബത്തിൽ പിറന്ന എന്റെ സ്വന്തം പിതാവിന്റെ സഹോദരനാണ് അബ്ബാസ്. സ്വന്തം എളാപ്പയുടെ കൈക്ക് വരെ ചങ്ങലക്കിട്ടിട്ട് മദീനത്തെ പള്ളിയിൽ കെട്ടിയിട്ട ദ്രോഹിയാണ് മുഹമ്മദ് എന്ന പിൽക്കാലത്തെ ചരിത്രം എഴുതി വെക്കും. അതുകൊണ്ട് മുഹമ്മദ് കുടുംബബന്ധം സ്നേഹിക്കുന്നവനാണ്, കുടുംബങ്ങളോട് അരിവുള്ളവനാണ്. അതുകൊണ്ട് സ്വഹാബാക്കളെ, അബ്ബാസിന്റെ കയ്യിന്റെ ചങ്ങല അഴിച്ചിട്ടോ, അബ്ബാസ് ഓടിപ്പോവുകയില്ല. ഞാൻ സാക്ഷി നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി മാനപ്പെട്ട സഹാബത്ത് ചെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന്റെ ചങ്ങല അഴിച്ചു. ബാക്കി വരുന്ന 100 ആളുകളെയും മദീനത്തെ പള്ളിയിൽ ചങ്ങലക്ക് കെട്ടിയിട്ടു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങള് ഈ കാഫിരീങ്ങളുടെ ഇടയിലേക്ക് നടന്നിരുന്നു. അതാണ് 1999 ജനുവരി മാസം 24-ാം തീയതിയില് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിന് കോട്ടയം ജില്ലക്കാരനായ സാജു പി തോമസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ, അയാളെ ഇതിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്നേഹം പ്രകടിപ്പിച്ച ഒരേ ഒരു വ്യക്തി അത് മുഹമ്മദ് മുസ്തഫ. നമ്മളാരും ഈ ക്രിസ്ത്യാനിക്ക് കൈക്കൂലി കൊടുത്ത് എഴുതിപ്പിച്ചതല്ല. കൈക്കൂലി കൊടുത്താൽ തന്നെ മലയാള മനോരമയിൽ എഴുതില്ല. ചന്ദ്രയും സിറാജും മാധ്യമവും തേജസ്വൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തികഞ്ഞ ക്രിസ്തീയ പത്രമായ മലയാള മനോരമയില് അതിന്റെ ലേഖകനായ സാജു പി തോമസ് എഴുതി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാൽ. എന്താ കാരണം? ബദർ യുദ്ധക്കളത്തിൽ 100 ആളുകളുടെ കൈക്ക് ചങ്ങലക്കെട്ട റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. നബി തങ്ങൾ അവിടേക്ക് കടന്നിരുന്നു. ആ കാഫിരീങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് ആർക്കും റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ല. കാരണം റസൂലുള്ളാഹിനെ കല്ലെടുത്തെറിഞ്ഞവരാ കൂട്ടത്തിലുണ്ട്. നബി തങ്ങളെ മക്കയിൽ നാട്ടി ഓടിച്ചവരാണ് അവര്. ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് പാറക്കവർ കയറ്റിവെച്ചവരാണ് അവര്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചീത്ത വിളിച്ചവരാണ് അവര്. സൈനബ് ബീവിയുടെ 3 മാസം ഗർഭമുള്ള സമയത്ത് സൈനബ റളിയല്ലാഹുവിന്റെ ഗർഭപാത്രത്തിന് മുകളിൽ കാലി കൊണ്ട് ചവിട്ടുകയും ഗർഭിണിയായ സൈനബ ബീവിയുടെ ഗർഭം ഇളകി അർപ്പോചനാക്കി കളയുകയും ചെയ്ത മക്ക മുശ്രിക്കുകളാണ് അവര്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോടും ഇസ്ലാം മതത്തിനോടും കഠിനമായ ഉപദ്രവം ചെയ്ത മക്ക കാഫിരീങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു എന്ന് പറയാൻ ശത്രുക്കളെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആ കാഫിരീങ്ങളുടെ മറുപടി, മുഹമ്മദേ, നീ ഞങ്ങളെ കൊന്നു കളയുമല്ലോ, ഞങ്ങളെ നീ കൊല്ലും ഉറപ്പാണ്. കാരണം
അത്ര വലിയ കഠിനമായ ശിക്ഷ ഞങ്ങൾ നിനക്ക് നൽകിയിട്ടുണ്ട്. എന്റെ കുടുംബങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, പരന്ന നാട്ടിൽ നിന്നെ ആട്ടിയോടിച്ചിട്ടുണ്ട്, എന്റെ മകളുടെ ഗർഭം മർദ്ദോഷനാക്കി കലക്കി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് തരുന്ന കുറഞ്ഞ ശിക്ഷ കൊല്ല തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് കൊന്നോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് മക്കക്കാഫിരീങ്ങൾ പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ ചക്രവാളത്തിന്റെ അധിപനായ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നു, നിങ്ങൾ ഞാൻ ഒരിക്കലും കൊല്ലുകയില്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നു. എന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ 14 ആളെ കൊലപ്പെടുത്തിയ കൊലയാളികളായ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടാതെ വെറുതെ വിടാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളുടെ പ്രവർത്തന കാരണമായി ബദറിൽ യുദ്ധം നടന്നതിന്റെ ഫലമായി ഇസ്ലാമിന്റെ ഭാഗത്ത് ഒരുപാട് നഷ്ടം പറ്റിയിട്ടുണ്ട്. പലരുടെയും കുതിരകത്ത് പോയിട്ടുണ്ട്, പലരുടെയും വാള് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും കുന്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും മുതിര് പൊട്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പകരം നിങ്ങളെ വിടുന്നതിന് പകരം ഒന്നിരിക്കൽ കുതിര, അല്ലെങ്കിൽ ഒട്ടകം, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ വെള്ളി, അല്ലെങ്കിൽ കാരക്ക, അല്ലെങ്കിൽ ഈത്തപ്പഴം പകരം വെക്കുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഓർഡിനൻസ് ഇറക്കിയപ്പോ മദീനയുടെ ഭാഗത്തിൽ നിന്ന് മക്കയുടെ ഭാഗത്തുനിന്ന് കാഫിരീങ്ങളുടെ കുടുംബക്കാർ വരികയോ ഇവരെ എല്ലാവരെയോ കപ്പം നൽകിക്കൊണ്ട് പനിഷ്മെന്റ് നൽകിക്കൊണ്ട് ഫൈനടച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ നിന്ന് അവരെ മക്കക്കാഫിരീങ്ങളെ കൊണ്ടുപോയി. പക്ഷേ ഒരു 30 ആളെ കൊണ്ടുപോകാൻ കുടുംബക്കാർ വന്നില്ല. ഒരു 30 ആളവിടെ ബാക്കിയായി. ബാക്കി 70 കാഫിരീങ്ങളെയോ ഓരോ കുടുംബക്കാർ വന്ന് കൊണ്ടുപോയി. 30 പേര് അവിടെ ബാക്കിയായി. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആ 30 പേരുടെ ഇടയിലേക്ക് കടന്നു നിന്നുകൊണ്ട് ചോദിച്ചു, അല്ല നിങ്ങളെ കൊണ്ടുപോകാൻ നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കുടുംബക്കാരില്ല. ഈ മാനസിക ആശുപത്രിയില് ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് കിടത്തിയാൽ കുതിരവട്ടത്തും അതുപോലെ തിരുവനന്തപുരത്തുമൊക്കെ ഭ്രാന്ത് മാറിയാൽ പിന്നെ കുടുംബക്കാർ കൊണ്ടുപോകില്ല, അപ്പോഴും ഭ്രാന്താന്ന് പറയും. മാറിയവര് പറയും ഞങ്ങൾക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ പറയും കണ്ടോ ഭ്രാന്തില്ല എന്ന് പറയുന്നത് തന്നെ ഭ്രാന്ത, അതുകൊണ്ട് ശരിക്കും മാറട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നത് പോലെ ഈ ആളുകൾ വന്നിട്ട് അവരുടെ കുടുംബക്കാരില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, 30 കാഫിരീങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ബാക്കിയായപ്പോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ നിങ്ങളെ ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്കിപ്പോ അബൂജാഹിലുണ്ടോ, ഉത്ബത്തുണ്ടോ, ശൈബത്തുണ്ടോ, മക്കയുടെ നേതാക്കന്മാരുണ്ടോ, ആരുണ്ടല്ലോ ഇവിടെ, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? അവരൊന്നാകെ കരഞ്ഞിട്ട് പറഞ്ഞു, മുഹമ്മദേ ഞങ്ങളെ കൊന്നോ. ഞങ്ങളിപ്പോ ആർക്കും വേണ്ടല്ലോ, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെ കൊന്നോ. റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ കൊല്ലായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നോ, നിങ്ങളെ കൊല്ലുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് ഞാനൊരു ശിക്ഷ നൽകാൻ പോവുക. മോനെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഞാനൊരു ശിക്ഷ നൽകാൻ പോവുകയാണ്. എന്ത് ശിക്ഷയാണ് നിങ്ങൾക്ക് നൽകുന്നത്? നിങ്ങൾ 30 ആളുണ്ടല്ലോ, എന്റെ സഹാബാക്കളിൽ അലിഫം എഴുതാൻ അറിയാത്തവരുണ്ട്, എ എന്ന് എഴുതാൻ അറിയാത്തവരുണ്ട്, സി എന്ന് എഴുതാൻ അറിയാത്തവരുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്ത എന്റെ സഹാബാക്കളെ നിങ്ങളിൽ ഒരാൾ 10 ആൾക്ക് ട്യൂഷൻ എടുക്കണം. അങ്ങനെ അക്ഷരം പഠിപ്പിച്ചിട്ട്, സാക്ഷരത പഠിപ്പിച്ചിട്ട്, വിദ്യാഭ്യാസം ഉണ്ടാക്കിയിട്ട് എന്റെ സഹാബത്തിന് വിവരം നൽകിയാൽ പാരിതോഷികങ്ങൾ സ്വീകരിക്കാതെ, പണം നൽകാതെ, സ്വർണം നൽകാതെ, വൈഢൂര്യം നൽകാതെ നിങ്ങളെ വെറുതെ വിടാമെന്നോ മുഹമ്മദ് റസൂലുള്ളാഹി. ആ ബദർ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ശത്രുക്കളുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ട്യൂഷൻ എടുക്കുകയാണ്, വിദ്യാഭ്യാസം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അക്ഷരം പഠിപ്പിച്ചതിന്റെ പേരിൽ 30ഓളം വരുന്ന കാഫിരീങ്ങളെ ബദർ യുദ്ധത്തിൽ നിന്ന് തിരിച്ചുവിട്ട വിദ്യാഭ്യാസത്തിന്റെ നായകനാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള പറയുന്നു, ഇസ്ലാമിന്റെ ജീവനാടി അറിവാണ്. അറിവ് കിടക്കുന്നത് ചൈനയിലാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ, ആഫ്രിക്കയിലാണെങ്കിൽ അത് അവിടെ പോയി പഠിക്കണം കേട്ടോ. അവിടെ
രാഷ്ട്രീയം നോക്കരുത്, അവിടെ വിരോധം നോക്കരുത്, അവിടെ മതം നോക്കരുത്, കക്ഷി നോക്കരുത്. അറിവാണ് മനുഷ്യന്റെ വിജയമെന്ന് ലോകത്ത് പഠിപ്പിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സമുദായത്തിനെ പറ്റി സത്താർ എന്ന് പറയുന്ന ജഡ്ജി വിളിച്ചു പറയുന്നു, ഇന്ത്യ രാജ്യത്തെ പൊതുജനേക്കാൾ പാലനേക്കാൾ, ഇന്ത്യ രാജ്യത്തെ അധസ്ഥിത അധകൃത വർഗങ്ങളെക്കാൾ ഒന്നിനും കൊള്ളരുതാത്തവർ മുസ്ലിമീങ്ങളാകുന്നു. നാണമില്ലേ മുസ്ലിമീങ്ങളെ? നമ്മളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എവിടെയാണ് കിടക്കുന്നത്? വിവരമില്ലാത്ത മതമാണോ ഇസ്ലാം? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മതമാണോ ഇസ്ലാം? അല്ല, എല്ലാ വിദ്യാഭ്യാസവും, എല്ലാ വിവരവും, എല്ലാ ശാസ്ത്രീയവും, എല്ലാ സാഹിത്യവും, എല്ലാ ആധ്യാത്മിക ജ്ഞാനങ്ങളും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, +2 കഴിഞ്ഞ നിങ്ങളുടെ കുട്ടികളെ ഇപ്പോ പണ്ടൊക്കെ 10ാം ക്ലാസ് SSLC കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകാമായിരുന്നു, അത് പറ്റില്ല. അപ്പൊ 12ാം ക്ലാസ്സും കൂടി ഉണ്ട്. +1 എന്ന് പറഞ്ഞാൽ 10നോട് കൂടെ 1 കൂട്ടുകയെന്നാണ്. +2 എന്ന് പറഞ്ഞാൽ 10നോട് കൂടെ 2 കൂട്ടുകയെന്നാണ്. അപ്പൊ 12ാം ക്ലാസ്സാണ്. 12ാം ക്ലാസ് പാസ്സായാൽ ഒന്നിരിക്കൽ അവൻ എഞ്ചിനീയറാക്കാൻ ബിടെക്കിന് വിടാം, അല്ലെങ്കിൽ അവന് MBBS-ന് വിടാം, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും തസ്തികയിലേക്ക് തിരിച്ചുവിടാം. ഒന്നിരിക്കൽ നിങ്ങളുടെ മകൻ ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് എത്തണം. നമ്മുടെ രക്ഷിതാക്കൾ ഓരോ മേഖലയിലേക്ക് മക്കളെ കൊണ്ടുവന്നെത്തിക്കാൻ പരക്കമ്പായാണ് ലക്ഷങ്ങളും കോടികളുമായിട്ട്. 10 ലക്ഷമല്ല, 50 ലക്ഷം കൊടുത്താലും സീറ്റ് കിട്ടാനില്ല. മകനെ പഠിപ്പിക്കാൻ ഒരു രക്ഷിതാവ് എന്നോട് വന്ന് പറഞ്ഞതാണ്, ഉസ്താദേ 25 ലക്ഷം 30 ലക്ഷമാണ് ഇപ്പോൾ MBBS-ന് സീറ്റ് കിട്ടാൻ ചോദിക്കുന്നത്. ഞാൻ 50 ലക്ഷം രൂപ തരാം, എന്റെ മോന് മാർക്ക് കുറച്ച് കുറവാണ്, അതുകൊണ്ട് എൻട്രൻസ് ഒന്നും എഴുതാതെ 50 ലക്ഷം രൂപ തരാം, എന്റെ മകനെ ഒന്ന് ഡോക്ടറാക്കണം, അതിനൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല ഏർപ്പാട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നാം വിസ്മയിച്ചു പോയിട്ടുണ്ട്. മുസ്ലിംകൾ ഇന്ന് വിദ്യാഭ്യാസപരമായി നാം പുറകിലാണെന്ന് പറയുമ്പോൾ, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഏറ്റവും പോക്കാന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഖുർആനും ഹദീസും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്നാ നിങ്ങൾ നോക്കണം. ധാരാളം യുവാക്കൾ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് പറയാം, പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാതെ പോയ ഏതെങ്കിലും എഞ്ചിനീയർ ഉണ്ടോ? ഖുർആൻ പ്രവചിക്കാത്ത ഏതെങ്കിലും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഖുർആൻ സംസാരിക്കാതെ പോയ ഏതെങ്കിലും കലയുണ്ടോ? സാഹിത്യമുണ്ടോ? ഇല്ലല്ലോ. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ആരായിരുന്നു? ബിടെക്കിന് പോണ കുട്ടികൾ ഇവിടെ ഉണ്ടാവും, എംടെക്കിന് പോണവരുണ്ടാവും. ബിടെക്കിന് പോണവരോട് ചോദിക്കും, നിങ്ങൾ ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ആരാണ്? അമേരിക്കക്കാരനാണോ? ചൈനക്കാരനാണോ? കൊറിയക്കാരനാണോ? ഇംഗ്ലണ്ടുകാരനാണോ? ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ മുസ്ലിമാണ്. അയാൾ അമേരിക്കക്കാരനല്ല, ഇന്ത്യക്കാരനല്ല. അതെ, ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയറുടെ പേര് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ അമ്പിയാക്കളുടെ നേതാക്കളിൽ ഒരാളായ സയ്യിദുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമാണ്. ലോകത്തെ ആദ്യത്തെ ടെക്നീഷ്യൻ നൂഹ് നബിയാണ്. നൂഹ് നബിയുടെ മുമ്പ് എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്ത ഒരൊറ്റ മനുഷ്യനും ലോകത്തുണ്ടായിട്ടില്ല. ലോകത്തെ ആദ്യത്തെ ടെക്നോളജി ഷിപ്പാണ്, കപ്പലാണ്. കപ്പല് പണിതത് മുസ്ലിമാണ്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് അറിയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് കൊണ്ടുവന്നു. സൂറത്ത് നൂഹ്.
എഞ്ചിനീയറിംഗിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എഞ്ചിനീയറെ പറ്റി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളൊക്കെ എഞ്ചിനീയറിംഗിന് ബിരുദം പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നൂഹ് നബിയുടെ ചരിത്രം അതിനുവേണ്ടിയാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. നൂഹ് നബിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നു. നമ്മളെന്തേ വഴിക്ക് ചിന്തിക്കാൻ? അള്ളാഹുടെ കുഴപ്പമില്ല, ഖുർആന്റെ കുഴപ്പമില്ല. ഖുർആന്റെ എഞ്ചിനീയറെ പറ്റി പറഞ്ഞു, എഞ്ചിനീയറെ പറ്റിയും പറഞ്ഞു, എഞ്ചിനീയറിംഗിനെ പറ്റിയും പറഞ്ഞു, ടെക്നീഷ്യനെ പറ്റി പറഞ്ഞു, ടെക്നോളജിയെ പറ്റി പറഞ്ഞു. പക്ഷേ നാം ഖുർആനിനെ വെറും മരിച്ചടത്ത് ഓതുന്ന വേദഗ്രന്ഥമായി അലമാറയിൽ വെച്ച് പൂട്ടിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വെറും ഖബറും പുറത്ത് ഓതാനോ റമദാൻ മാസം വരുമ്പോ ഖത്തം തീർത്ത് ഓതാനുള്ള കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല, ലോകത്തിന്റെ ഭരണഘടനയാണ് ഖുർആൻ. എല്ലാ വിവരവും, എല്ലാ വിദ്യാഭ്യാസവും, എല്ലാ കാര്യങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അത് ലോകത്തിന്റെ ഭരണഘടനയാണ്. ഏത് വിഷയത്തിനോ നിങ്ങൾ പരിഹാരം കാണേണ്ടത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇത് നിങ്ങൾ കണ്ടോ? ലോകത്തെ ആദ്യത്തെ ഡോക്ടറാണ് ആരാ? ലോകത്തെ ആദ്യത്തെ ഡോക്ടർ മുസ്ലിമാണ്. ആദ്യത്തെ ഡോക്ടർ, വേൾഡിലെ ആദ്യത്തെ ഡോക്ടർ ഒരു മുസ്ലിമാണ്. ആ ഡോക്ടറുടെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഡോക്ടറാവണം, നമ്മുടെ മക്കളൊക്കെ ഡോക്ടർമാരാക്കണം, മെഡിക്കൽ രംഗം നിങ്ങൾ പഠിപ്പിക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഒരു സൂറത്തിറക്കി. ആരാ ലോകത്താദ്യത്തെ ഡോക്ടർ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം. എവിടെയാണ് ഖുർആൻ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാത്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ വഴഞ്ഞു വന്നിരിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെയും എല്ലാവരുടെയും കയ്യില് തപ്പ് ചവറ് പോലെ ഉപയോഗിക്കുന്ന സാധനമാണ് സാറ്റലൈറ്റ് മൊബൈൽ ടെലിഫോൺ. മൊബൈൽ ടെലിഫോൺ ഇല്ലാത്ത ഒറ്റ മനുഷ്യൻ ഇവിടെ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചിലരൊക്കെ വേണ്ടാതെ വെച്ച് ഡിസ്കണക്ഷൻ ചെയ്തവരാവാം. അതൊരു നിസ്സാര കണ്ടുപിടുത്തമാണ്. പക്ഷേ ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് വലിയ കണ്ടുപിടുത്തമാണ്. എന്നാൽ നമുക്കറിയണോ, ലോകത്തിൽ ആദ്യമായി ഈ മൊബൈൽ ഉപയോഗിച്ചത് നസറാനിയല്ല, യഹൂദിയല്ല, കാഫിറല്ല, മുസ്ലിമീങ്ങൾ തന്നെയാണ്. ലോകത്താദ്യത്തെ ഈ മൊബൈൽ ഉപയോഗിച്ചവർ ചില പേര് ഖുർആനിലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഞാനൊക്കെ വലിയതാണ്, പക്ഷേ ഓർമ്മ വരുന്നില്ലാന്നൊരു കുഴപ്പം മാത്രമേ എനിക്ക് നിങ്ങൾക്കുള്ളൂ. ആരാണ് ലോകത്തിലാദ്യമായി മൊബൈൽ ഉപയോഗിക്കാതെ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. 4500 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ അടക്കി ഭരിച്ച ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ വാഹനമുണ്ടായിരുന്നു. സുലൈമാൻ നബി സംസാരിക്കുന്നത് ഫോണിലല്ല, അന്തരീക്ഷത്തിൽ വോയിസ് റെക്കോർഡിംഗ് ആയിരുന്നു. സുലൈമാൻ നബി അന്തരീക്ഷത്തിൽ വെറുതെ ഇരുന്നെന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് സുലൈമാൻ നബിയുടെ ശബ്ദം എയർ സർക്കുലേഷൻ ചെയ്തിട്ട് അതിനെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റിയിട്ട് ആവശ്യമുള്ളിടത്തേക്ക് കാറ്റ് കൊണ്ടത്തിന് കൊടുത്തതായി പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അപ്പോൾ ലോകത്തെ സാറ്റലൈറ്റ് ഉപയോഗിച്ചതാരാണ്? അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ചുരുക്കി പറയട്ടെ, ലോകത്തെ ഖിയാമത്ത് നാൾ വരെ വന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയോ എല്ലാ പുരോഗതിയുടെയോ ക്രെഡിബിലിറ്റി ഇസ്ലാമിന് മാത്രമുള്ളതാണ്. അത് അമ്പിയാക്കൾക്ക് അവകാശപ്പെട്ടതാണ്, അത് ഔലിയാക്കൾക്ക് അവകാശപ്പെട്ടതാണ്. പറയാൻ പറയാം. ഏത് കണ്ടുപിടുത്തപ്പോ ആയുധം അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മുട്ടുവർക്കുക അല്ലേ? അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മുട്ടുകാരി കൂട്ടിമുട്ടുന്നു. ദുൽഹജ്ജ് മാസം 10 അന്ന് മനുഷ്യബലി നിരോധിക്കപ്പെട്ടിട്ട് മൃഗബലി നടത്തി സായുജ്യമടയാൻ പടച്ച റബ്ബ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ച ദിവസമാണ് ദുൽഹജ്ജ് 10. ആ ദുൽഹജ്ജ് 10 അന്ന് ലോകമുസ്ലിമീങ്ങളെ മുഴുവനും ഒന്നുമല്ലാത്തവരാക്കി തീർത്ത് പതിറ്റാണ്ടുകളോളം
ഔലിയാക്കളുടെ നാടായ ഇറാഖ് ഭരിച്ച സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന വിപ്ലവ പോരാളിയെ കഴുത്തിൽ ആനയുടെ കഴുത്തിലിരുന്ന കമ്പക്കയറിട്ട് വലിച്ച് അത് ഓൺ ദി സ്പോട്ടിൽ ലൈവായി റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊല്ലുന്ന ചിത്രം ദുൽഹജ്ജ് 10 വലിപെരുന്നാളിന്റെ ദിവസം ബിരിയാണി വെച്ച് പെരുന്നാൾ കഴിക്കുന്ന ദിവസം സദ്ദാം ഹുസൈനിന്റെ തല ഉടലിൽ നിന്ന് തെറിച്ചു പോകുന്ന ചിത്രവുമായിട്ട് ലോക മുസ്ലിമീങ്ങളെ ഞെട്ടിച്ചപ്പോൾ അമേരിക്കയുടെ കിരാത നടപടിക്കെതിരെ ലോകത്തിൽ ഏതെങ്കിലും ഒരു തുണയുള്ള ആൺകുട്ടിയെ എഴുതിച്ചതെന്ന് എന്ന് പറയാൻ ഒരു സങ്കേതം കാണിക്കാനുള്ള ഒരു ശക്തി 63 രാജ്യങ്ങളുണ്ടായിട്ട് ഒരൊറ്റ മുസ്ലിം രാഷ്ട്രത്തിനോ അതിനുള്ള നഷ്ടമുണ്ടായില്ല. കാരണമുണ്ട്, അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അമേരിക്കയെ പേടിക്കണമെന്തിനാ? ബുദ്ധനെ കണ്ട ആർക്കെങ്കിലും പേടി തോന്നോ? ഒരാൾക്ക് പേടി തോന്നില്ല. എന്നാൽ പിന്നെയും ആ പേടി തോന്നിയ ഫിഡറൽ കാസ്ട്രോയെ കണ്ടായ അത് കുറച്ച് താടി വീട്ടിലേക്കുണ്ട്. ഒന്നാകെ വരും കോൺഗ്രസ് നടക്കുന്ന ഈ ഹംസിനെ കണ്ട ആർക്കാ പേടി തോന്നുന്നത്? ഇവന്റെ മുഖത്തേക്ക് നോക്കിയാല് ഒരങ്ങിന്റെ മുഖത്തേക്ക് നോക്കിയ പോലെ വീട്ടിലാടെ ഒന്നാകെ പഠിച്ചു കളഞ്ഞ് ഏറ്റവും വൃത്തികെട്ടൊരു മുഖം സ്വീകരിച്ച ഇയാളെ കണ്ടതിന്റെ പേടിയിലല്ല അമേരിക്കനെ പേടിക്കുന്നത്. അമേരിക്ക എന്ന് പറയുമ്പോൾ പേടി വരുന്നത് അവന്റെ ആയുധമാണ്. അപ്പോ നമ്മുടെ കൽവിലൊക്കെ തോന്നുന്നത് ആയുധത്തിന്റെ ക്രെഡിറ്റ് അമേരിക്കക്ക് കൊടുക്കേണ്ടതാണ് എന്നാണെങ്കിൽ തെറ്റിപ്പോയി. ലോകത്താദ്യമായി ആയുധം കണ്ടുപിടിച്ചത് അമേരിക്കക്കാരനല്ല, ചൈനക്കാരനല്ല, റഷ്യക്കാരനല്ല. ലോകത്താദ്യമായി ആയുധം നിർമ്മിക്കപ്പെട്ട വ്യക്തി മുസ്ലിമാണ്. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ആളാണ്. ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. പടക്കോപ്പ നിർമ്മാണം, പടായുധ നിർമ്മാണം ലോകത്ത് തുടങ്ങി വെച്ചത് അമ്പിയാക്കളിൽപ്പെട്ട ദാവൂദ് നബിയാണെങ്കിൽ, സാറ്റലൈറ്റ് ഉപയോഗിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാമാണെങ്കിൽ, ലോകത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും അല്ലാഹു അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെ കൊണ്ടുവന്നു. ഏത് കണ്ടുപിടുത്താണ് ലോകത്തിൽ അമേരിക്ക റഷ്യ കണ്ടുപിടിച്ചത്? സാധനമില്ല. അപ്പൊ നമ്മുടെ വിമാനം കണ്ടുപിടിച്ചതാണ്. ഒരു ചോദ്യം ആരാ? മറുപടി ഒന്നും പറയണ്ട. വിമാനം കണ്ടുപിടിച്ചതാരാ? അത് നമ്മൾ പറയും റൈറ്റ് സഹോദരന്മാർ. അവരെവിടുത്തുകാരാ? അമേരിക്കക്കാരാണ്. വിമാനം കണ്ടുപിടിച്ചത് അമേരിക്കക്കാരാണ്. ഇത് നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നു. പക്ഷേ അത് പച്ചക്കള്ളമാണ്, നുണയാണ്. കാരണം തബാറക സൂറത്തിൽ അല്ലാഹു 14 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കയ്യിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തബാറക സൂറത്തിലൂടെ അറിയിച്ചു വിമാനം എങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ വല്യമ്മ, വയസ്സായ വല്യമ്മയും ഉമ്മമ്മയ്ക്ക് വിമാനത്തിനെ പറ്റി ഊർജന്നെ തവാറക്കിരുന്നിട്ട്, പക്ഷെ വല്യമ്മക്ക് ഉമ്മുമ്മക്ക് അറിയില്ലാതെ വിമാനത്തിനെ പറ്റിയാ പറയുന്നത്. എവിടെയാ തവാറക്ക് വിമാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്? വിമാനം എന്ന പേര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ സാങ്കേതിക വിവരണം നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞത് കണ്ടോ നിങ്ങൾ? അല്ലാഹു പറയാണ്, ജനങ്ങളെ അവലം യറൗ ഇലത്തയ്ർ, ആകാശത്തിലൂടെ ചിറക് കടിച്ചുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്, അവലം യറൗ ഇലത്തയ്ർ, ആകാശത്തിലൂടെ ചിറക് കടിച്ചുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 2 ചിറകിങ്ങനെ വിളക്കിക്കൊണ്ട് പറക്കുന്ന പക്ഷി കീപ്പോട്ട് ചാടാതെ അന്തരീക്ഷത്തിൽ അതിനെ പിടിച്ചു നിർത്തുന്ന ശക്തി ഏത് ശക്തിയാണ്? ഖുർആനിൽ മറുപടി പറഞ്ഞത് കണ്ടോ നിങ്ങൾ? മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ. ഏതാണ് ശക്തി? ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തമല്ല,
അല്ലാഹുവിന്റെ ശക്തിയാണ് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയെ നിലത്തോട്ട് പതിക്കാതെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ നിങ്ങൾക്കും ആ പടച്ചറപ്പ് ശക്തി തരുമല്ലോ. അതുകൊണ്ട് രണ്ട് ചിറക് വെച്ചിട്ട് പക്ഷി പറക്കുന്നത് പോലെ ആകാശത്തിൽ പറക്കാമല്ലോ. അമേരിക്കക്കാരായ റൈറ്റ് സഹോദരനാ കൈക്ക് രണ്ട് ചിറക് വെച്ച് കെട്ടിയിട്ട് ആദ്യം ഒരു വൃക്ഷത്തിന് മുകളിൽ നിന്ന് ചാടിപ്പറന്നിട്ടല്ലേ വിമാനം കണ്ടുപിടിച്ചത്. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് ആ വഴിക്ക് ചിന്തിക്കാതെ പോയത് അല്ലാഹുവിന്റെ കുഴപ്പമാണോ, നമ്മുടെ കുഴപ്പമാണോ, ഖുർആനിന്റെ കുഴപ്പമാണോ? അതുകൊണ്ട് കലാമും ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ ഖൗലി വഫിലിം വനിയതി. എല്ലാ പുരോഗതിയും ഇസ്ലാം മതത്തിൽ പോയതാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും അമ്പിയാക്കളിൽ അധിഷ്ഠിതമാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഔലിയാക്കളിൽ അധിഷ്ഠിതമാണ്. ഉദാഹരണം പറഞ്ഞ ഈ ഭൂമി ഉണ്ടായിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ഈ ഭൂമി ഉണ്ടായിട്ട്? ഇന്നത്തെ മാതൃഭൂമി പത്രം നോക്കിയില്ലേ? പറക്കുന്ന ഒരു ദിനോസറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിക്കാം. പറക്കുന്ന ഒരു ദിനോസറിന്റെ ഫോട്ടോ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട്. അതിന്റെ പഴക്കം പറഞ്ഞത് 7 കോടി വർഷം. 7 കോടി വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന പറക്കുന്ന ദിനോസർ അതിന്റെ തൂക്കം എത്രയാണെന്നോ? 800 കിലോയുള്ളൂ. ചെറിയ തൂക്കാണല്ലോ. നമ്മളൊക്കെ ഒരു പഴംപൊരി കഴിച്ച് തിന്നുന്ന ലാഘവത്തോടെ അവൻ പുട്ടടിച്ച് കളയും. ഒരു മനുഷ്യനെ കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു അക്കം പുട്ട് തിന്നുന്ന അത്രേ ഉണ്ടാവുള്ളൂ. 800 കിൻഡൽ ടണ്ണൊക്കെ വെയിറ്റുള്ള ദിനോസറ 7 കോടി കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ആധുനിക സയന്റിസ്റ്റുമാര് പറയുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഈ ഭൂമിയുടെ പഴക്കം എത്രയാണ്? ഞാൻ പറയാനുള്ള കാരണം സ്കൂളും പള്ളിക്കൂടൊക്കെയുള്ള നാടാണല്ലോ. മാഷുമാരുണ്ട്, പഞ്ചായത്തിലെ BEd പാസ്സായവർ, MA BEd പാസ്സായവരൊക്കെ ഉണ്ടാവും. ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എവിടെയാതെ എല്ലായിടത്തും അതെ, കേരളത്തിൽ മൊത്തം, ഇന്ത്യയിൽ മൊത്തം അതെ. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്താ? വാപ്പാന്റെ വാപ്പ കുരങ്ങനാണല്ലേ, അല്ലാന്ന് പറയാൻ പറ്റുമോ? സ്കൂൾ പറയുന്ന കുട്ടികളുടെ പുസ്തകത്തൊക്കെ ഡാർവിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തം, ആ പരിണാമത്തിൽ പറയുന്നത് 50,000 കൊല്ലം മുമ്പ് നമ്മുടെ വാപ്പാടെ വാപ്പ ഇമ്മാടമ്മയൊക്കെ കള്ളക്കുരങ്ങും തന്തക്കുരങ്ങുമായിരുന്നു. ഒരു ദിവസം നേരം വെളുത്തപ്പോ കുരങ്ങന്റെ വാരിയിൽ പോയി അങ്ങനെ മനുഷ്യനായി നിൽക്കുന്നു. അങ്ങനെ നമ്മളുണ്ടായത് നമ്മുടെ പഴക്കം 50,000 കൊല്ലമായിട്ടുള്ളൂ. മനുഷ്യൻ ഈ കോലുണ്ടായിട്ട് 50,000 കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ വാപ്പന്റെ 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 വാപ്പ കോലങ്ങനായിരുന്നു. ഇത് 10 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ നമ്മുടെ ഉസ്താദന്മാര് പഠിപ്പിക്കുന്നത് അതാ. അല്ലാതെ പറയാൻ ഒരു മാസിക ധൈര്യമുണ്ട്. ഇപ്പോൾ അതിനെയാ പഠിപ്പിക്കുന്നത്. പക്ഷേ അമേരിക്കക്കാരനായ ഡാർവിൻ അമേരിക്കയിൽ ഈ സിദ്ധാന്തം അത് സ്വീകരിച്ചു കളഞ്ഞു. അമേരിക്ക പറഞ്ഞു അത് പാഠപുസ്തകത്തിൽ കൊണ്ടുവരാൻ പാടില്ല, അതിന് അടിസ്ഥാനമില്ല. അമേരിക്ക സ്വീകരിച്ചു കളഞ്ഞ കാലഹരണപ്പെട്ട സിദ്ധാന്തം പോലും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കടത്തിക്കൂട്ടിയിട്ട് ഈ പട്ടിത്തലവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പാപ്പാട വാപ്പ എന്നാ പഠിപ്പിക്കുക. നേരം വിളിച്ച് 7 മണിക്ക് മദ്രസ കൂടും, 9 മണിക്ക് വെള്ളടിച്ച് മദ്രസ വിടും, പിന്നെ സ്കൂളിക്കാൻ പോകും. 7 മണി മുതൽ 2 മണിക്കൂർ 9 മണി വരെ ഉസ്താദിന് നിലക്കെട്ട് പറഞ്ഞു നോക്കണ്ട. അല്ല വാപ്പാര മമ്മയിച്ചാടെ വാപ്പാടെ പേരെന്താ? പോകരിച്ചാടെ വാപ്പാടെ പേര് ഈച്ചാന്റെ പോയി ഒരു 100 ഇച്ചാടെ പേരപ്പുറത്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വാപ്പന്റെ 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 വാപ്പ എല്ലാവരുടെയും വാപ്പ ആദം അലൈഹിസ്സലാം ഒരു പിതാവായി. അപ്പൊ ഉസ്താദിനോട് കേട്ടുകൂട്ടി ആദനബിയുടെ വാപ്പാര യോഗ്യുണ്ടല്ലോ. ആദനബിയുടെ വാപ്പാര. ആ ഉസ്താദ് പറയും മോനെ ആദനബിക്ക് വാപ്പില്ല, എന്നാ പിന്നെ ആദനബിയുടെ ഉമ്മാരാ. ഉസ്താദ് പറയും ആദനബിക്ക് ഉമ്മയില്ല.
അങ്ങനെ ഒരു സാധനം ഉണ്ടാവും ഉസ്താദെ, ബാപ്പി ജമ്മില്ലാത്തൊരു സാധനം എങ്ങനെ ഉണ്ടായി? ചോദ്യമല്ല, പക്ഷെ അത് ചോദ്യമായിരുന്നു, ഇപ്പൊ അല്ല. ആധുനിക ബയോളജിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ക്ലോറിൻ എന്ന് പറയുന്ന അതിനൂതനമായ കണ്ടുപിടുത്തത്തിൽ പിതാവും മാതാവുമില്ലാതെ കുട്ടി ജനിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനുണ്ടാവാനേ പാപ്പിയും വേണ്ട ഉമ്മയും വേണ്ട, അല്ലാതെ ഉണ്ടാവാനപ്പോ കണ്ടുപിടിച്ചത്. അപ്പോഴാ പോയാന്റെ മോചനത്തെ നമുക്ക് മനസ്സിലായത്. ആദനവിടെ വാപ്പാര, ആദനവിക്ക് വാപ്പില്ല. ആദനവിയുടെ ഉമ്മയാരാണ്? ഉമ്മയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ആദമോ ആദമിന തുറാബ്, ആദം എവിടുന്ന് വന്നതാണ്? ആദമിന തുറാബ്, ഈ കിടക്കുന്ന മണ്ണിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയതാണ് ആദമ. ആദമിന് പിതാവില്ലല്ലോ, ആദമിന് മാതാവില്ലല്ലോ. പിതാവില്ലാത്ത മാതാവില്ലാത്ത ലോകത്തെ ആദ്യത്തെ ശിശുവാണ് ആദം നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ആദം നബി ഭൂമിയിൽ വന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം കൊല്ലമായി. ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം കൊല്ലമായി. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വെച്ചത് ആ ആദം നബിയാണ് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ബാപ്പ എന്ന് നമ്മുടെ പള്ളിയിലെ ഉസ്താദ് പഠിപ്പിക്കാൻ തുടങ്ങി കാലേറെയായി. സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി നമ്മുടെയൊക്കെ വാപ്പല്ല അപ്പൊ കൊരങ്ങനാണെന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഹിമാലയ പർവ്വതം കുളിച്ച സമയത്ത് അവിടുന്ന് ഒരു മനുഷ്യന്റെ അസ്ഥി കണ്ടെടുക്കുകയോ ആ അസ്ഥി കൊണ്ടുപോയി റഷ്യയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോ ആർക്കിയോളജിക്കൽ വകുപ്പ് കൊടുത്ത ഫത്വ എന്താണെന്നറിയോ? ഹിമാലയ പർവ്വതത്തിൽ നിന്ന് കണ്ടെടുത്ത മനുഷ്യന്റെ എല്ലിന്റെ പഴക്കം 4,00,000 കൊല്ലമാണ്. അതോടുകൂടെ ശാസ്ത്രത്തിന്റെ വട്ടുശാസ്ത്രം പൊളിഞ്ഞുപോയി. നമ്മളൊക്കെ ഉണ്ടായിട്ട് 50,000 കൊല്ലായിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മളൊക്കെ കൊരങ്ങന്മാരാണ് എന്നിപ്പോഴും നമ്മുടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ്. കാരണം ഹിമാലയ പർവ്വതത്തിൽ നിന്ന് കുടിച്ചെടുത്ത മനുഷ്യന്റെ അസ്ഥിയുടെ പഴക്കം 4,00,000 കൊല്ലമാണെങ്കിൽ നമ്മുടെ നൂറുല്ലംസാറും മുഖപരിതും അതുപോലെ തന്നെ 10 കിതാബൊക്കെ ഓതുന്ന കുട്ടികൾക്കറിയാമല്ലോ. അബീദറിനെ തൊട്ടുള്ള ഹദീസ് നോക്കിയാൽ കാണാം, അംബിയ മുർസലീങ്ങളുടെ എണ്ണം എത്രയാണ്? 2,24,000-ലധികമാണ്. 2,24,000 നബിമാര് ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മനുഷ്യന്മാരാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 2,20,000 കൊല്ലമായി ലോകമുണ്ടായിട്ടില്ലെന്ന് ഇസ്ലാം മതം സാക്ഷ്യപ്പെടുത്തിയപ്പോ അത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു നടന്നവര് ഇപ്പൊ ഇസ്ലാം പറഞ്ഞടുത്തേക്ക് കാര്യമെത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ദീന് സത്യസന്ധമാണ്. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞത് മാത്രമാണ് സത്യം. അല്ലാഹുവിന്റെ ബുദ്ധിയുടെ അപ്പുറത്തൊരു ബുദ്ധിയില്ല. അത് നമ്മുടെ യുവാക്കളെ, കുട്ടികളെ, മുതിർന്നവരെയും ചെറുപ്പക്കാരെയും നിങ്ങൾ മനസ്സിലാക്കണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ലോകത്തുള്ള എല്ലാ പുരോഗതിയും എല്ലാ കണ്ടുപിടുത്തങ്ങളും അല്ലാഹുവിന്റെ അമ്പിയാക്കളിലൂടെയാണ് നൽകിയിട്ടുള്ളത്, അവന്റെ ഔലിയാക്കളിലൂടെയാണ് നൽകിയിട്ടുള്ളത്. അല്ലാതെ അമേരിക്കയുടെ കുത്തകയല്ല, ഇറാഖിന്റെ കുത്തകയല്ല, അതുപോലെ തന്നെ ചൈനയുടെ കുത്തകയല്ല, റഷ്യയുടെ കുത്തകയല്ല. ഞാൻ ചോദിച്ചില്ലേ, മനുഷ്യനുണ്ടായത് മുതൽ ഇന്ന് വരെ പറഞ്ഞ 2007 ജൂലൈ മാസം 16-ാം തീയതി ഈ അർദ്ധരാത്രി വരെ മനുഷ്യനുണ്ടായത് മുതൽ ജൂലൈ മാസം 16-ാം തീയതി 2007 ഈ അർദ്ധരാത്രി വരെ മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്ന് പറയാൻ പറ്റും? എന്തുവാ? വിമാനം ഉണ്ടാക്കിയതല്ല, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതല്ല, മൈക്ക് സെറ്റ് കണ്ടുപിടിച്ചതല്ല, വാച്ച് കണ്ടുപിടിച്ചതല്ല, മൊബൈൽ സാറ്റലൈറ്റ് ഫോൺ കണ്ടുപിടിച്ചതല്ല, ലാപ്ടോപ്പ് കണ്ടുപിടിച്ചതല്ല, ഇന്റർനെറ്റ് കണ്ടുപിടിച്ചതല്ല, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതല്ല. പിന്നെന്താ? മനുഷ്യൻ ഭൂമിയിൽ വന്നത് മുതൽ 2007 ജൂലൈ 16-ാം തീയതിയുടെ ഈ അർദ്ധരാത്രി വരെ മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടുപിടുത്തം അതെന്താണ്? മനുഷ്യൻ റൂഹിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഉണ്ടാകാൻ പോണത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അമേരിക്ക 10 തന്നു കഴിഞ്ഞു. 2050-ാമത്തെ കൊല്ലം ഭൂമിയിൽ പുലർന്നാൽ, ഇപ്പൊ 2007
43 കൊല്ലം കൂടി കഴിഞ്ഞ നിങ്ങളുടെ ഈ ഏരിയപ്പാടിയിൽ ഒരാൾ മരിച്ചാൽ, ഒരു സ്ഥലത്തിന്റെ പേരുണ്ടോ ഏരിയപ്പാടി, ഈ ഏരിയപ്പാടിയിൽ 2050 കൊല്ലം ഒരാൾ മരിച്ചാൽ, അതുകൊണ്ടാണ് മുന്നേ ഞാൻ വിളിച്ചത്. കാരണം ഈ ഇരിക്കുന്നത് 99% പോയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോ സാധ്യത നിനക്കൊക്കെ ഉള്ളൂ, എഴുതി വെച്ച് നോക്കും. അതുകൊണ്ടാണ് ഇടക്കിടക്ക് വിളിക്കുന്നത്. രണ്ടാവശ്യമില്ലല്ലോ. ജീവൻ ചാവും നന്നാക്കിട്ടോവർ കോഴിയിലെ മുള്ളോനെ കുവന്ന് ചൊന്നോവർ കൂശാതെ കൂവിപ്പ പ്രതീക്ഷിട്ടോവർ അരുണ്ടാതെന്റെ മാ കമീനീട്ട് ആരാനും ഉണ്ടെങ്കിൽ ചൊല്ലി അതെന്നോവർ. 1000 കൊല്ലം മുമ്പ് ബഗ്ദാദിന്റെ തിരുനെറ്റിയിൽ ഉദയം ചെയ്ത ഔലിയാക്കളുടെ കുത്തുബായ കുത്തുബുൽ അഖ്താബ് മലാദിന് ശൈഖ് മുഹയ്യിദ്ദീൻ ഉറക്കെ പറഞ്ഞു, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ തന്റെ മഹലയിലൂടെ ഉള്ളിയത്തിലൂടെ ഫുതൂഹുൽ ഗൈബിലൂടെ വിളിച്ചു പറയാണ്, ഒരു ശവത്തിനെ നിങ്ങൾ എന്നെ എടുത്തു കൊണ്ടുവാ, ഞാൻ അവനെങ്കിൽ തൊട്ടാൽ അവൻ ഇരിച്ച് നടക്കുമല്ലോ. മാറാരോഗം പിടിച്ച, വെള്ളപ്പാണ്ട് പിടിച്ച, കുഷ്ഠരോഗം പിടിച്ച, ക്യാൻസർ പിടിച്ച, എബോള പിടിച്ചവൻ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവാ, ഞാൻ അവനെന്ന് തൊട്ടാൽ അവന്റെ രോഗം മാറുമല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലേ, കോഴിക്കോട് മറവിട്ട് കിടക്കുന്ന വലിയുള്ളാഹി മടവൂർ ശംഖുലാവർകളെ ആരെങ്കിലും വന്നിട്ട് മടവൂരിനോട് പറയുന്നു, തങ്ങളെ എനിക്ക് വയറുവേദന കൊണ്ട് നടക്കാൻ വയ്യല്ലോ. മടവൂര് പറയുന്നു, നിനക്ക് വയറുവേദന വേണ്ട. ഔലിയാക്കൾ തന്നു കൊടുത്ത കഴിവിനെ പറ്റിയാണ് ഈ പറയുന്നത്. നന്നാക്കി വിട്ടോവർ സത്തേച്ചാകത്തീനെ ജീവൻ നീതിച്ചോവർ സാവും ശീലത്തെ നന്നാക്കി വിട്ടോവർ. 1000 കൊല്ലം മുമ്പ് ഖുത്ബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞതാണ്, ചത്തവനെ ഞാൻ ഹയാത്താക്കൂ, ജയിലിൽ വിളിച്ചോനെ ഞാൻ രക്ഷപ്പെടുത്തൂ. അമേരിക്ക ഇപ്പൊ വിളിച്ചു പറയുന്നു, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഒഴിച്ചുകൊണ്ട് പറയുന്നു, ചത്തവനെ ഞങ്ങൾ ഹയാത്താക്കുമെന്ന്. ആർക്കാണ് ക്രെഡിറ്റ്? മുസ്ലിമേ. ഔലിയാക്കളുടെ ഖുത്ബിൽ അല്ലാഹു കൊടുത്ത ഈ അപാരമായ കഴിവ് അമേരിക്കയുടെ കൈപ്പിടിയിലെത്താൻ 1000 കൊല്ലം കഴിഞ്ഞെങ്കിൽ ലോകത്തുള്ള എല്ലാ വിവര സാങ്കേതിക വിദ്യയുടെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എല്ലാ വിദ്യാഭ്യാസത്തിന്റെയോ ഉറവിടം ഖുർആനല്ലേ, അമ്പിയാക്കളല്ലേ, ഔലിയാക്കളല്ലേ. അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊണ്ടുവരുന്നിടത്ത് മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച പരിവ് പറ്റിപ്പോയിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ മുഹയ്യാത്തുൽ ഇസ്ലാം വിവരമാണ്, വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസപരമായ ഈ സമുദായം ഉയർന്നു വരാൻ അഹോരാത്രം പരിശ്രമിച്ചോ. ഏത് വിഷയത്തിലാണ് മുസ്ലിമീങ്ങൾ പറഞ്ഞുള്ളത് എന്ന് പറയാൻ പറ്റും. ലോകത്തെ എല്ലാ കണ്ടുപിടുത്തം അല്ലാഹു ഔലിയാക്കൾക്കാ കൊടുത്തത്. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി റാത്തീബ്, മൗലിദ്, കുതുബിയ്യത്ത്, ഹദ്ദാദ് ഇതൊക്കെ ചെല്ലുന്ന ഏർപ്പാടുണ്ടായി. അപ്പൊ അത് നിർത്തി കളഞ്ഞിട്ടില്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. പലയിടത്തൊക്കെ നിർത്തി, ഫാഷന്റെ പേര് പറഞ്ഞ് കുഞ്ഞാളെ നിർത്തി. ഈ ഹദ്ദാദ് അതെ റാത്തീബ് ഇങ്ങനെ ചെല്ലുമ്പോ ഈ റാത്തീബിൽ ചെല്ലുന്ന ഒരു ദിക്റുണ്ട്, ഒരു ദിക്റാണ്. റാത്തീബിൽ കേട്ടില്ലേ? ഇതിങ്ങനെ ചെല്ലുന്ന കേൾക്കുമ്പോ കുറച്ച് ആൾക്കാർ, ഈ സുന്നികളിൽപ്പെട്ട ആൾക്കാർ, സുന്നി അല്ലാത്തവർക്ക് ഒരു സംശയം, എന്താ ഇവന്മാരി പറയുന്നത്? വയറുമൊക്കെ നിശ്ചേക്കന്മാർക്ക് കോഴിയർത്തി മത്തി ബിരിയാണി നെയ്ച്ചോറും കിട്ടിയപ്പോ പിന്നെ രാത്രിയാകുമ്പോൾ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് 3 മണി 500 രൂപയും മേടിക്കും.
അപ്പൊ ഒരു മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ പറയാണ്, എടോ ഇതുവരെ ഈ യോഗ കരാട്ട കുംഫു ജൂഡോ ക്ലാസ്സിൽ കേൾക്കണ പോലെയാണ് ഈ ഹാ ഹൂ ഹീ എന്നൊക്കെ പറയുന്നത്. ഇത് പറയുന്നത് എങ്ങനെ ക്ലാസ് കൊടുക്കുന്നത്? അഫ്ളലുദ്ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. ദിക്റിൽ വെച്ച് ഏറ്റവും നല്ല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നല്ലേ. അഫ്ളലു മാ ഖുൽതു അലവ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന ഖാല റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹുവിനേക്കാൾ വലിയ ദിക്റുണ്ടോ? അതൊക്കെ നോക്കിയിട്ട് ഹാ ഹൂ ഹീ ഹൂ എന്നൊക്കെ പറഞ്ഞിറക്കണം. എന്താണോ അതിന്റെ അർത്ഥം അറിയോ? പ്രാർത്ഥന വേണ്ടി വരുന്ന ഒരു പാവം വിളിച്ച മൊഴിയാരെ തടഞ്ഞു വെച്ചിട്ട് ഒരു ജമാഅത്ത് പിള്ളേരുടെ ആൾ പക്കത്തൊരു ഉപ്പും വെച്ച് ഒന്ന് ചോദിക്കുക, ഈ ഹാ ഹൂ ഹീ ഹയ്യിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ പരവശായി കുറച്ചൊന്നും അർത്ഥം അറിയില്ല. തിരിച്ച് അവനോടൊന്ന് ചോദിച്ചാൽ എല്ലാം കണക്കറിയോ? ശരിയറിയില്ല. അവൻ പഠിച്ചിട്ടല്ലേ വെറുതെയായിട്ട് ചോദിക്കാറ്. ചോദിക്കാൻ തന്നെ അവന് പഠിച്ചോളണമെന്നില്ലല്ലോ. എന്നാൽ ഇത് ഒരു ദിക്റാണ്. എന്താണ് ഈ ദിക്റിന്റെ കാര്യം? കാരണം വലിയ വിവരത്തിന്റെ ഭാഗമാണത്. ഔലിയാഇന്റെ ലോകത്തെത്തിപ്പെട്ട കാര്യമാണത്. ആവട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ ചില സൂറത്തുകളുടെ തലഭാഗം നോക്കിയിട്ടില്ല നിങ്ങൾ? അൽ-ബഖറ സൂറത്ത് എങ്ങനെയാ ഓതുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. അലിഫ് ലാം മീം മൂന്നക്ഷരം. എന്താ ഇതിന്റെ അർത്ഥം? അലിഫ് ലാം മീം. ഇംഗ്ലീഷില് അലിഫ് ലാം മീം എന്ന് എഴുതി എങ്ങനെ ഉണ്ടാവും? അലിഫിൽ എ, ലാമിൽ യൽ, മീമിൽ യം. എഴുതിയിട്ടൊന്ന് കൂട്ടി വായിച്ചോക്കാം. എന്താ വായിക്കുക? ALM എന്ന ഇംഗ്ലീഷിൽ എഴുതിയാൽ എങ്ങനെ വായിക്കുക? ഓം. ഓം എന്ന സംസ്കൃത ലിപിയുടെ ഒരർത്ഥം അലിഫ് ലാം മീം എന്ന് ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് വരുമ്പോ വരുന്നു. ഏതാവട്ടെ, ഓം എന്ന പേരിന്റെ അർത്ഥവും സംസ്കൃത നിഘണ്ടു നോക്കുമ്പോ പരമമായ ദൈവത്തിനെ വിളിക്കുന്ന ഒരു ദിക്റായിട്ടാണ് കണ്ടത്. അവർ സംസ്കൃതത്തിൽ പറയുന്നു. ഇപ്പൊ നമ്മൾ വലിയമാനം മലയാളത്തിലല്ലേ എഴുതുന്നത്. അപ്പൊ നമ്മളിവിടെ അർദ്ധാദാക്കി വരുന്നുണ്ട്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. എന്തായി പറയുന്നത്? ഇസ്മുൽ ആദം അല്ലാഹുവിന്റെ പേരല്ലേ പറയുന്നത്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഈ പറഞ്ഞതിന്റെ നേരെ അർത്ഥം ഋഗ്വേദം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ വേദഗ്രന്ഥം എടുത്തു നോക്കിയാൽ കാണാം. ഇന്ദ്രൻ മിത്രൻ വരും അഗ്നിമാഹോ ഭൂതസ്യ ജാത പതിരേക ആസീത്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു എന്ന് പറഞ്ഞത് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയാൽ കിട്ടുന്നത് എങ്ങനെ? ഇന്ദ്രൻ മിത്രൻ വരും അഗ്നിമാഹോ ഭൂതസ്യ ജാത പതിരേക ആസീത്. അപ്പൊ നമ്മളിവിടെ അറബിയിൽ വെച്ച് ഇവിടെ അപരാധി ചെല്ലുമ്പോ ഒരു കൂട്ടം സംസ്കൃതത്തിൽ അവിടെ നിന്ന് ചെല്ലുന്നു. അർത്ഥമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നെ. സത്യത്തിന് പറയാം, ചെല്ലുവെച്ചെല്ലാം ഒന്നാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ പ്രയോഗങ്ങളെ പറ്റി പറഞ്ഞതാ. പരിശുദ്ധ ഖുർആനില് അലിഫ് ലാം മീം എന്താണ് അർത്ഥം? ഇവിടെ ആ ഹുയിഹി ഹയ്യിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പേ ഇത്തരം ആളുകൾ നിങ്ങളെ വന്ന് കൺഫ്യൂഷനാക്കിയ ഒരു ചോദ്യം, അലിഫ് ലാം മീം, വാട്ട് ഈസ് ദ മീനിങ് അലിഫ് ലാം മീം? എന്താ ഇതിന്റെ അർത്ഥം? എല്ലാരും പറയുന്ന അർത്ഥമുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷേ അർത്ഥം അല്ലാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹുവിന് മാത്രമേ അലിഫ് ലാം മീമിന്റെ അർത്ഥം അറിയൂ എന്ന് വരുമ്പോ മുഹമ്മദ് നബിക്ക് അതിന്റെ അർത്ഥം അറിയൂ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിന് മറുപടിയുമുണ്ട്. അറിയാമായിരിക്കാം. അറിയുന്ന എല്ലാ കാര്യവും റസൂലുള്ള പറഞ്ഞു തരണമെന്ന് നിയമമില്ലല്ലോ. ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ചെന്നതായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നോക്കിയാൽ കാണാം. ബദർ യുദ്ധം നടക്കുന്നത് നാളെയാണെങ്കിൽ ഇന്നത്തെ രാത്രി റസൂലുള്ള ബദറിലെത്തി. നാളെ നടക്കാൻ പോകുന്ന യുദ്ധക്കളത്തിൽ റസൂലുള്ള ഇങ്ങനെ സഞ്ചരിച്ചു. എന്നിട്ട് ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, നാളെ ബദറിൽ യുദ്ധം നടന്നാൽ ഇവിടെയാണ് അബൂജഹൽ ചത്തുവീടുക എന്ന് റസൂലുള്ളാഹി. നാളെ
ബദറത്ത് യുദ്ധം നടക്കുമെന്നും അബൂജാഹിൽ ചാകുമെന്നും തലേ ദിവസം റസൂലുള്ള പറയുന്നു. ഹബീബായ നബിതങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് നബിതങ്ങൾ അവിടെ അടയാളം വരച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, നബിതങ്ങൾ അടയാളം വരച്ചെടുത്ത് ഞാനൊരു റൗണ്ടിട്ട് കൊടുത്തു. കുറച്ചപ്പുറത്തിറങ്ങിതെന്ന് റസൂലുള്ള പറഞ്ഞു, ഉമറേ, നാളെ ബദർ യുദ്ധം നടന്നാൽ ഇവിടെയാണ് ശൈബത്ത് കത്ത് വീഴുക എന്ന് കാല റസൂലുള്ളാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ഞാനവിടെ അടയാളം വെച്ചു. കുറച്ചപ്പുറത്ത് റസൂലുള്ള ചെന്നിട്ട് പറഞ്ഞു, ഉമറേ, നാളെ ബദർ യുദ്ധം നടന്നാൽ കാഫിറുകളുടെ കർശനായ വഴീതുണ്ടല്ലോ, അവരിവിടെയാണ് വെട്ടുകൊണ്ട് വളർന്നു വീഴുക എന്ന് കാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടയാളം വെച്ചു. ബദർ യുദ്ധം വന്നു കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ബദർ പോർക്കളത്തിൽ ഞാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ അബൂജാഹിലിന്റെ കഴുത്ത് മുറിച്ചത് അവിടെ വെച്ചിട്ടാകുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ അബൂജാഹിലിന്റെ കഴുത്ത് മുറിച്ചത് റസൂലുള്ള വരച്ച വരയുടെ അടുത്താണ് അബൂജാഹിൽ കുത്തുകൊണ്ട് വീണത്. അപ്പുറത്ത് തന്നെയാണ് ശൈബത്തും ചത്ത് വീണത്, അവിടെ തന്നെയാണ് വലീദും ചത്ത് വീണത്. നാളത്തെ ബദർ യുദ്ധം നടക്കുമെന്നോ അബൂജാഹിൽ ഇവിടെ കടന്ന് ചാവുമെന്നോ ശൈബത്ത് ഇവിടെ കടന്ന് ചാവുമെന്നോ വലീദ് ഇവിടെ കടന്ന് ചാവുമെന്നും പറയുന്ന റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സ്നേഹിതനായ സയ്യിദുണ്ടല്ലോ, ആരാണ് ബഹുമാനപ്പെട്ട സയ്യിദിനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. കാലിന് വെട്ടുകൊണ്ടപ്പോൾ വെഞ്ചേ കളം വീട്ട് പിരിന്തോനാണ് ചെളിവർ ശരീരാമോ അനപൽമോനെ ചെഞ്ചൽ ഭാവിയിലൂടെ യുദ്ധക്കളത്തിൽ നിന്ന് മുറിവെട്ടിയ ഉബൈദത്ത് തങ്ങളെ എടുത്ത് ഖൈമയിലേക്ക് കൊണ്ടുവന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ സയ്യിദുനാ ഉബൈദത്ത് തങ്ങളെ ചോദിച്ചതെന്താണ്, നബിയേ, യുദ്ധക്കളത്തുനിന്ന് ഹംസയെ താങ്ങിപ്പിടിച്ച് ഈ ഷെഡിൽ കൊണ്ടുവന്ന് കിടത്തി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? 70 ചില്ലാനം വയസ്സ് പ്രായം തരുന്ന ഉബൈദത്ത് തങ്ങളുടെ കാര്യം അതാണെങ്കിൽ നീ പേടിക്കണ്ട ഉബൈദത്ത്, ബദരീങ്ങളുടെ നേതാവ് നീയാണ് ഖാല റസൂലുള്ളാഹ്. ആ ഉബൈദത്ത് മരിക്കുന്ന വിവരം നബിക്കറിയാമായിരുന്നോ? ആധുനിക ഫാഷനുകൾക്കൊപ്പം ആഭിജാത്യത്തിന്റെ പൈതൃക വേഷമായ പർദ്ദകൾക്കായി നഗരത്തിൽ പ്രവിശാലമായ ഷോറൂം. ഇന്ത്യൻ ഗൾഫ് പർദ്ദകളുടെ വിപുല ശേഖരം. നിസ്കാരക്കുപ്പായം, പർദ്ദ, ഹജ്ജ് ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ, മുതഅല്ലിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. അൽനൂർ പർദ്ദ, മർക്കസ് പർദ്ദ ഹൗസ്, ഹിഫാസ പർദ്ദാസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 974